ഈ നോർത്ത് ഇന്ത്യയിലൂടെ ഓടുന്ന ട്രെയിനിന്റെ കക്കൂസേ USS അബ്രഹാം ലിങ്കനേക്കാൾ വൃത്തിയുള്ളതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അതിശോക്തി കലർന്നതാണെങ്കിലും ആ കപ്പലിനകത്തുനിന്ന് അതിലുള്ള നാവികര് പുറത്ത് വിട്ടിട്ടുള്ള വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഏകദേശമൊക്കെ കറക്റ്റാണ്. അതിനകത്ത് $7,000 ഒരു മണിക്കൂർ ഒരു അപ്പാഷ ഹെലികോപ്റ്റർ പറക്കാൻ വേണ്ടിയിട്ട് JD വാൻസും അതേപോലെ തന്നെ പീറ്റ് ഹെക്സെക്ടൊക്കെ ചെലവഴിക്കുന്ന സമയത്തെ ഈ പട്ടാളക്കാർക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്താന്നുള്ള പോസ്റ്റ് വരെ ചില ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പട്ടാളക്കാർ ഭാര്യമാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റാണ് ഈ കാണുന്നത്. എന്താണ് അവർ തിന്നാൻ കൊടുക്കുന്ന $7,000 ഒരു അപ്പാഷ ഹെലികോപ്റ്റർ ഒരു മണിക്കൂർ പറക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ അതിലുള്ള പട്ടാളക്കാരന് കൊടുക്കുന്നതാണ് 2 മുട്ട, ഒരു ഇറച്ചി കഷ്ണം, അതേപോലെ തന്നെ ഒരു ഇച്ചിരി നൂഡിൽസ്. ഈ പണി എന്നിട്ട് ഈ കക്കൂസിന്റെ ഇതിലുള്ള അവസ്ഥ, അതായത് നമുക്കറിയാം അബ്രഹാം ലിങ്കനിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, പട്ടാളക്കാർ കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്, ഈ ദുരിതം സഹിക്കാൻ പറ്റാതെ എന്നുള്ള വാർത്തകൾ അമേരിക്കൻ ന്യൂസ് ചാനലുകൾ അടക്കം പുറത്തു വിടുമ്പോഴാണ് അതിനകത്തുള്ള അതിൻ്റെ ഒരു ഇൻസൈഡ് ടൂർ വീഡിയോ, ഈ കക്കൂസിന്റെ ടോയ്ലറ്റിന്റെ ഒക്കെ അവസ്ഥ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ, അത് നമുക്ക് അത് ആദ്യം ഒന്ന് കാണാം. Some showers right here, you feel me? Oh man. This is what we go through on a carrier in the Navy. They say join the Navy, right? Join the Navy. Yeah, look at this. This is crazy. This ain't even the worst part, man. Sinks atrocious. Wait till y'all see the toilets, man. Look at the ഏറ്റവും വേസ്റ്റ് പാട്ട് ഇവിടെ വരുന്നത് അടിപൊളി. Yeah, crazy. Look at this. Come on now, join the Navy, though, right? Join the Navy. Yeah, alright. പത്തറ്റിക്കാണ് അവസ്ഥ, പത്തറ്റിക്ക്. ഒന്നാമത് തിന്നാനുമില്ല, എന്താ തിന്നത് പോയി തൂറാനും സ്ഥലമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് സത്യത്തിൽ ഈ നാവിയുടെ അവസ്ഥ. നിങ്ങൾ ഈ പട്ടാളക്കാരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ലക്ഷോറിയസ് ആയിട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ സ്വന്തം രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഇത് സഹിക്കാം. ഇത് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനല്ല, എന്നാൽ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയെ സംരക്ഷിക്കാനല്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് സ്തുതി പാടാൻ വേണ്ടിയിട്ടുമാണ് ഈ എട്ടങ്ങാറ് ഈ പട്ടാളക്കാർ സഹിക്കുന്നതെന്നുള്ളതാ. ഇനി ഇതിലെ വേറൊരു പോസ്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസ്റ്റ്. ഏത്? അതായത് $7,000 ഒരു അപ്പാഷ ഹെലികോപ്റ്റർ പറക്കാൻ വേണ്ടിയിട്ട് ഈ പീറ്റ് ഹെക്സെക്ട് ചെലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ടാളക്കാർക്ക്, ഇത് പറത്തുന്ന പട്ടാളക്കാർക്ക് ഇവർ തിന്നാൻ കൊടുക്കുന്നത് എന്താന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒരു എക്സ്പോസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് ആ പോസ്റ്റ്. ഇതെന്താ ഇതിന്റെ മേലെ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചാൽ, റിമെമ്പർ ബാക്ക് ഇൻ ഏപ്രിൽ വെൻ പീറ്റ് ഹെക്സെക്ട് ടുക്ക് Kid Rock for joyride in an Apache helicopter that cost $7,000 an hour to operate while US soldiers were being fed this shit. ഇത് നോക്ക്, ഇതിനകത്തെന്താ ഒരിച്ചിരി നൂഡിൽസ്, 2 ഇറച്ചി കഷ്ണം, അതേപോലെ തന്നെ വേറെന്തോ മറ്റേ വോട്ട്സ് പോലെ സാധനം, 2 മുട്ട, ഇറച്ചി കഷ്ണം, 4 ക്യാരറ്റ്. ഇതാണ് തിന്നാൻ കൊടുക്കുന്നത്. ഇന്നിത് തിന്നിട്ട് ടോയ്ലറ്റ് പോകാൻ നോക്കുമ്പോഴോ ടോയ്ലറ്റ് ഇല്ല, ടോയ്ലറ്റിൽ വൃത്തികേട് നിറഞ്ഞു കിടക്കുക. പിന്നെ പാൻറ്റും കീച്ചിട്ട് മറ്റേ ഇതിൻ്റെ അറ്റത്ത് പോയിരുന്ന് കടലിലേക്ക് പോയി സാധിക്കേണ്ട അവസ്ഥ. ഇതാണ് USS അബ്രഹാം ലിങ്കനിൽ നടക്കുന്നത്. ഇനി ഇതിൽ നിന്നുള്ള വേറെയും കുറച്ച് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ മറ്റേ വേസ്റ്റ് ബിന്നിന്ന് ഈ സാധനം ഇവർ കളയുന്നതാണ്. ഇത് മൊത്തം ഇങ്ങനെ തിളച്ച് പൊങ്ങുന്ന ഒരു സാധനം. ഇത് കണ്ടോ? എന്താലേ അവസ്ഥ. പ്രഷർ പൈപ്പ് വെച്ച് അടിച്ച് കളയാണ് സാധനം, മൂക്കും പൊത്തി നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിലെ നമ്പർ 1 ആർമിക്കാണ് ഈ ഒരു അവസ്ഥ. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കുള്ള സകല ഇവർക്ക് വേണ്ട എല്ലാ സപ്ലൈയും കിട്ടിക്കൊണ്ടിരുന്നത് ഈ ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് ആസ്ഥാനത്ത് നിന്നാണല്ലോ. ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ട് ഇറാൻ ബോംബിട്ടു, നശിപ്പിച്ചു, എല്ലാം തരിപ്പണമാക്കി വിട്ടു. അവിടെ നിന്ന് സപ്ലൈ കൊടുക്കാനില്ല, അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഈ പട്ടാളക്കാരെ തിരിച്ചു വിളിക്കുന്നുമില്ല. സാധാരണ രീതിയിൽ ഒരു പട്ടാളക്കാർ സേവനമനുഷ്ഠിക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടും ഈ ആൾക്കാർ ഈ പറയുന്ന കടലിൽ പെട്ട് കിടക്കുക, തിന്നാനുമില്ല തൂറാനുമില്ലാത്ത അവസ്ഥയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലോകത്തിലെ നമ്പർ 1 ആർമിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന അല്ലേ?
USS, അതായത് US-ന്റെ 5th ഫ്ലീറ്റ്. USS അബ്രഹാം ലിങ്കൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പവറിൽ വർക്ക് ചെയ്യുന്ന വലിയ എന്താ പറയുക, എത്രയോ ഹെലികോപ്റ്ററുകളെയും എത്രയോ ഫൈറ്റർ ജെറ്റുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈറ്റർ ജെറ്റ്. ഇതിനകത്തുള്ള ആൾക്കാരുടെ നരകയാതനയാണ് ഈ പറയുന്നത്. ഇതിനകത്ത് ഒരു TV ചാനലിന്റെ നടക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ എന്താ പറയാ, ഒരു പട്ടാളക്കാരന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ഐ ഡോണ്ട് തിങ്ക് ദ മാൻ തിങ്ക് ബിഫോർ ഹി ടോക്സ്. Take some accountability for what's going on with your military, your ship and your war. അതായത് ഈ പറയുന്നത് ട്രംപിനെ കുറിച്ചാണ്. പറയുന്നതിന്റെ മുന്നേ ഒരു ചിന്തയില്ല, ഒരു ബോധവുമില്ല എന്താണ് പട്ടാളക്കാർക്ക് സംഭവിക്കുന്നത്, എന്താണ് വാറിൽ സംഭവിക്കുന്നത്, ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അക്കൗണ്ടബിലിറ്റി ആർക്കാണെന്നുള്ളതിനെ കുറിച്ച് ഒരു തേങ്ങയില്ല. വെറുതെ വായാടിത്തം പറയാന്നുള്ളതാണ്. ഇപ്പൊ പറയുന്ന എന്താണ്, ഹോർമൂസ് ഞങ്ങൾ സ്വന്തമാക്കും, ഹോർമൂസ് ഞങ്ങൾ ഇതാക്കും, മറ്റേതാക്കും എന്നുള്ളതാണ്. ഇതാക്കാൻ പോകുന്നത് ഈ തിന്നാൻ കൊടുക്കാതെ, ഈ പറയുന്ന ടോയ്ലറ്റും ഇല്ലാതെ ഇടങ്ങാറാവുന്ന ഈ ആർമിനെ കൊണ്ടല്ലേ ഇത് സാധിച്ചെടുക്കാൻ പോകുന്നേ. എന്താ അവസ്ഥ എന്ന് നോക്കിയേ. ഇറാൻ കൊണ്ടുപോയി കൊട്ടി വിട്ടേക്കുന്നതുണ്ടല്ലോ, ഇവന്മാരുടെയൊക്കെ മൂട്ടിലാണ്. ഓപ്പറേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ബഹ്റൈനും അതേപോലെ തന്നെ കുവൈത്തും ഖത്തറും സൗദി അറേബ്യയിലും സകല ബേസുകളും നശിപ്പിച്ച് കളഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവർ പറയുന്നത് എന്താണ്, ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെയും ഇറാന്റെ ഓയിലിന് നേരെയും എംബാർഗോ ആണല്ലോ, ഉപരോധമാണല്ലോ അല്ലെ. ഇറാൻ എന്താ ചെയ്യുന്നത്? ഇറാൻ ഈ റെയിൽവേ വഴി, ഈ പറയുന്ന പാകിസ്ഥാനൊക്കെ വഴി എന്ത് ചെയ്യുന്നത്, ചൈനയിലേക്ക് സാധനങ്ങൾ വളരെ വൃത്തിയായിട്ട് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ഓയിൽ ടാങ്കർ പോകുന്ന ഒരു വീഡിയോ ഇത് കണ്ടോ. ഇറാന്റെ ഓയിൽ എക്സ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ട്രെയിൻ മാർഗം, റെയിൽവേ മാർഗം. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കുകളും അതേപോലെ തന്നെ ഈ റോഡുകളും പാലങ്ങളൊക്കെ നശിപ്പിക്കുന്നതിന്റെ അമേരിക്കയുടെ റീസൺ എന്ന് പറയുന്നത് ഇതാ. അതായത് ഈ പറയുന്ന തുറമുഖങ്ങൾ ഉപരോധിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇറാൻ മര്യാദക്ക് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും, ഈ പറയുന്ന റോഡ് മാർഗം റെയിൽവേ മാർഗം എന്നുള്ളത്. അപ്പൊ അതും കൂടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നശിപ്പിക്കാൻ പോയത്. പക്ഷേ പൂർണ്ണമായിട്ടും ഒരു തേങ്ങയും ചെയ്യാൻ പറ്റിയിട്ടില്ല അവന്മാർക്ക് എന്നുള്ളതാണ്. എന്തായാലും ലോകത്തിലെ നമ്പർ 1 ആർമിക്ക്, നമ്പർ 1 നാവികസേനയ്ക്ക് തിന്നാനുമില്ല തൂറാനും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.